കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ലത്തീൻ സഭ രംഗത്ത്. ലത്തീൻ സമുദായത്തിൽപ്പെട്ടവർ മേയർ ആകണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയാണ് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ജയിച്ചു വന്ന കോൺഗ്രസ് കൗൺസിലർമാരിൽ നിരവധി സമുദായാംഗങ്ങൾ ഉള്ളതിനാലാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് കൗൺസിൽ വ്യക്തമാക്കുന്നു. ലത്തീൻ സഭയിൽ പെടാത്ത ദീപ്തി മേരി വർഗീസ് കൊച്ചി മേയറാകുമെന്ന വാർത്തകൾ സജീവമാകുന്നതിനിടയിലാണ് സഭയുടെ ഈ നീക്കം. വിവരങ്ങളുമായി ബീനറാണി ചേർന്നു. ബീന, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കൊച്ചിയിൽ കോൺഗ്രസിന് ജയമുണ്ടെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തലവേദന ഒഴിയുന്നില്ലായിരുന്നു കോൺഗ്രസിന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലെ ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ലത്തീൻ സഭയും രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ വേണം മേയറാക്കാൻ എന്നാണ് അവർ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്തവണ കൊച്ചി നഗരസഭ മേയറാകുന്നത് വനിതയായിരിക്കും. വനിതാ സംവരണ സീറ്റാണത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവർ ചൂണ്ടിക്കാട്ടുന്ന ചില കാരണങ്ങൾ, ലത്തീൻ സമുദായാംഗങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയാണ് കൊച്ചി. ജയിച്ചു വന്ന കൗൺസിലർമാരിലും ലത്തീൻ സമുദായ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വേണം മേയർ എന്നാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശം KRLCC നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ അറിയിച്ചിട്ടുള്ളതായും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നേരത്തെ മുതൽ കേട്ടുവന്നിരുന്ന ഒരു പേരാണ് ദീപ്തി മേരി വർഗീസ്. ഇവിടെ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ് ദീപ്തി മേരി വർഗീസ്. ഒപ്പം തന്നെ വേറെ 2 പേരുടെ പേരുകൾ കൂടി ഉയർന്നു വന്നിരുന്നു. അതിലൊന്ന് പാലാരിവട്ടം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച VK മിനിമോളും ഒപ്പം ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച ഷൈനി മാത്യുവുമാണ്. ഇവരിൽ VK മിനിമോളും ഷൈനി മാത്യുവുമാണ് ഇപ്പോൾ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവർ. ഇവരിൽ ആരെയാണ് സഭ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല. എന്തായാലും ദീപ്തി മേരി വർഗീസിന് സംഘടനാ തലത്തിൽ കൂടുതൽ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതായത് KPCC ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ AICC അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസ് തന്നെയായിരിക്കും മേയറായി വരുന്നത് എന്ന രീതിയിൽ പ്രചരണം ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ഉന്നത നേതാക്കളുമായി അടുപ്പം പുലർത്തിയിരുന്ന, ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം പുലർത്തിയിരുന്ന ആളുകൂടിയാണ് ദീപ്തി മേരി വർഗീസ്. അതുകൊണ്ട് തന്നെ ഇവരായിരിക്കും മേയർ എന്ന രീതിയിൽ വലിയ തോതിൽ പ്രചരണം നടന്നിരുന്നു. അതിനിടയിലാണ് ലത്തീൻ സഭയിൽ നിന്ന് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എടുത്താൽ കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന സമയത്ത് ഷൈനി മാത്യുവിന് ഒരു പെയ്ഡ് സീറ്റ് എന്ന നിലയിൽ ഒരു പ്രചരണം ഉയർന്നിരുന്നു. അതായത് ഷൈനി മാത്യുവിന് കഴിഞ്ഞ ഭരണസമിതിയിൽ 2 വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിനെ മേയറാക്കാമെന്നൊരു ധാരണയുണ്ടായിരുന്നു. ഒരു പേയ്മെൻറ്റ് സീറ്റ് എന്ന രീതിയിൽ എന്നൊരു പ്രചരണം അക്കാലത്ത് ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഷൈനി മാത്യു ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലും നേതാക്കളുടെ ഇടയിൽ ഒരു പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ 3 പേരുടെ പേരുകളും ഉയർന്നു കേട്ടതിൽ ഇപ്പോൾ ലത്തീൻ സഭ മുന്നോട്ട് വെക്കുന്നതിൽ VK മിനിമോളും ഷൈനി മാത്യുവും മാത്രമാണ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ളവർ. ഇവരിൽ ആരെയാണ് സഭ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ലെങ്കിലും ഇവർ 2 പേരെ കാട്ടിലും കൂടുതൽ സംഘടനാ ബലവും സംഘടനാ പ്രവർത്തന പരിചയവുമുള്ള ദീപ്തി മേരി വർഗീസിന് തന്നെയാണെന്നിരിക്കെ എന്തായാലും കൊച്ചി നഗരസഭയിലെ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു വിവാദത്തിലേക്ക് പോവുകയാണെന്ന് വേണം കരുതാൻ. ഷൈനി മാത്യു 2 തവണ കൗൺസിലറായും VK മിനിമോൾ 3 തവണ കൗൺസിലറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഏത് തരത്തിലാണ് ഇവർ ഈ ലത്തീൻ സഭ ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഈ 2 പേരെ മാത്രമാണ് ലത്തീൻ സഭ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ദീപ്തി മേരി വർഗീസിൻ്റെ പേര് ഉയർന്നു കേട്ട പശ്ചാത്തലത്തിൽ, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണം നടന്ന പശ്ചാത്തലത്തിൽ, ഇല്ലെങ്കിൽ ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന് ഏതാണ്ട് തീരുമാനിച്ചിരുന്ന ഒരു സമയത്തുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സഭയുടെ നിർദ്ദേശം മുന്നോട്ട് വന്നതെന്നുകൂടി വളരെ നിർണായകമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളതും മറ്റും അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. കൊച്ചി മേയർ സ്ഥാനത്ത് ചൊല്ലി തർക്കം തുടരുകയാണ്. കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദീപ്തി മേരി വർഗീസിനെ വെട്ടാൻ ലത്തീൻ സഭയും രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ബീന റാണി കൊച്ചിയിൽ നിന്ന് നൽകിയത്.